നമസ്കാരം. ഇത് അമ്മേൻ്റെ കള്ള പരിപാടി, കളിപ്പരിപാടി മോള് കണ്ടു. പക്ഷേ സാധാരണ പെമ്മക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആവും. പക്ഷെ ഈ വീട്ടിൽ അങ്ങനത്തെ അല്ല സംഭവിച്ചത്. മകള് തള്ളനെ ആശ്വസിപ്പിക്കുക. സംഭവം ഞാൻ ചുരുക്കി പറയാം. അതായത് ഇവർ ഞങ്ങളുടെ നാട്ടിൽ വന്ന് സെറ്റായതാണ്. ഇവർ എറണാകുളം നഗരത്തിൽ ഇവർക്ക് വീട് സ്ഥലം ഉണ്ടായി. ഭർത്താവ് മരിച്ചപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് സംബന്ധമായിട്ടൊക്കെ കടബാധ്യതകൾ വന്നു. എല്ലാ നഗരത്തിലും സംഭവിക്കണ പോലെ കൂടുതൽ പൈസക്ക് ആ ചെറിയ സ്ഥലവും വീടും വിറ്റിട്ട് കടം വീട്ടിയിട്ട് കുറച്ച് ഉൾനാട്ടിൽ, എന്നാൽ അത്ര ഉൾനാടുമല്ല, അത് താമസിച്ചാൽ ഒരു കുറഞ്ഞ സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ കടമില്ലാണ്ടായാൽ തന്നെ ഒരു സമാധാനമല്ലേ. അങ്ങനെയാണ് ഇവർ ടൗണിലെ സ്ഥലം വിറ്റിട്ട് ഞങ്ങളുടെ അവിടേക്ക് വരുന്നത്. അപ്പം ഈ അമ്മ പിന്നെ 3 പെൺമക്കളും ഒരു ചെക്കനും. ചെക്കൻ പണിക്ക് പോകാനൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവർ ചട്ടയും മുണ്ടും ഇടുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് ചട്ടയും മുണ്ടും ഇടുന്ന സ്ത്രീകൾ അടിയിൽ ബോഡിയാണ് ഇടുക. ഇപ്പോഴത്തെ തലമുറക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ ഈ ചേർത്ത് ഇച്ചിരി നെയ്യുള്ള എഴുതിയ ബ്രേസർ ഇടുക, നല്ല കൂർപ്പ് ചെസ്റ്റൊക്കെ ഇടുക. ഇപ്പം ഇവരുടെ കണ്ണൊരു തിളക്കമുള്ള കണ്ണാണ്. ഈ കണ്ണ് ഭയങ്കര ഒരു സംഭവമാണ്. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ചില കണ്ണ് നമ്മളോട് തരാമെന്ന് പറയും. കണ്ണ് പറയും. അതിനൊരു പ്രത്യേക എക്സ്പീരിയൻസ് വേണം. കണ്ണിങ്ങോട്ട് പറയും, നിനക്ക് ഞാൻ തരാം. ചില പെണ്ണുങ്ങളോട് ചോദിക്കണോ വേണ്ടെന്നുള്ളത് നമ്മൾ കണ്ണിൽ നോക്കിയാണ് മനസ്സിലാക്കണം. ചില പെണ്ണുങ്ങളോട് ചോദിക്കേണ്ടത് നമ്മൾ അവരെ സ്പർശിക്കാൻ തന്നെ ഒരു ധൈര്യം അവരുടെ കണ്ണുകൾ നമുക്ക് തരും. അങ്ങനെ ഇവരിവിടെ വന്ന് താമസം തുടങ്ങി. ഇവർക്ക് അങ്ങനെ പണിക്ക് പോയൊന്നും ശീലമില്ല. മിച്ചം വെച്ച കാശൊക്കെ കൊണ്ടൊക്കെ ഏകദേശം ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ ലാഭിഷമൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു കോഴി പലചരക്ക് കടക്കാരനുണ്ട്. അയാൾ വേറെ സ്ഥലത്തൊക്കെ രാത്രിയായ യോഗത്തിലില്ല, പരിപാടിക്ക് പോകും. ഇയാളുടെ ട്രിക്ക് എങ്ങനെ വെച്ചാൽ കുറച്ച് അരി സാധനമൊക്കെ കടം കൊടുക്കും. പിന്നെ കടം വീട്ടണ്ടേ. ഇയാൾക്കറിയാം അവരുടെ അടുത്ത് ഉണ്ടാവില്ലെന്ന്. അപ്പോൾ ഇയാൾ ഭീഷണിയുടെ സ്വരമല്ല, നയത്തിൽ. ഏതായാലും ഞാനിങ്ങനെയൊക്കെ നഷ്ടം പറ്റില്ലേ, നീ ഏതായാലും ഇങ്ങനെ ഒറ്റക്കൊക്കെ ജീവിക്കല്ലേ, എൻ്റെ ഭാര്യക്ക് ശാരീരികമായിട്ട് സുഖമില്ല, എൻ്റെ ഭാര്യൻ്റെ അടുത്തുനിന്ന് ഭാര്യ തരേണ്ട സുഖമൊന്നും എനിക്ക് ലഭിക്കണില്ല, ഞാൻ രാത്രി വരട്ടെ. അന്നൊക്കെ രാത്രികൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബാണ്. പ്രത്യേകിച്ച് മഞ്ഞുകാലമൊക്കെ വന്നാൽ ഈ സാധനം എണീക്കാത്തവനും എണീക്കും. എങ്ങനെ രാത്രി കള്ളപിടിക്ക് ഇറങ്ങി നടക്കണം, അതൊരു ത്രില്ല് തന്നെ. അങ്ങനെ നടക്കാൻ വേണ്ടി ചിലപ്പോൾ മഞ്ഞിൻ്റെ കോട, അല്ലെങ്കിൽ ഏലൂർ മേഖലയിലുള്ള ഫാക്ടറി എന്നുള്ള പുക ഒരു രസമാണ്. അപ്പോൾ ഏലൂർ ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് നോക്കി അവിടെ ഒരു മഞ്ഞ കളറിലെ വെളിച്ചമാണ്. ഈ കമ്പനികൾ നമുക്ക് ഡയറക്റ്റ് കാണുമില്ലെങ്കിൽ അതിൽ നിന്നുള്ള വെളിച്ചം ദൂരെ നിന്ന് കാണാൻ പറ്റും. അതേപോലെ പുല്ലൊക്കെ ഈ മഞ്ഞ് തുള്ളികൾ വീണ് നനഞ്ഞ് കിടക്കുക. അതായത് കള്ളവെടി എന്ന് പറഞ്ഞൊരു ത്രില്ലാണ്. അതെന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ സുഖം മാത്രമല്ല, ആ ചെല്ലലും ആ റിസ്ക് എടുത്തിട്ടുള്ള കളിയും. അപ്പോൾ അവരുടെ ഒരു വികാരപ്രകടനവും, കാരണം അവർ റിസ്ക്കിലാണ് നിൽക്കുന്നത്. റിസ്ക് എടുക്കുമ്പോൾ എൻ്റർടൈനിങ് കൂടും. എൻ്റെ അനുഭവം അതാ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇയാൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ടൊരു സ്ത്രീനെ കളിക്കലുണ്ട്. ഒരു ദിവസം ഞാൻ ഇയാളെ വഴിയിൽ നിന്ന് കണ്ടുപിട്ടി. ഇയാൾക്കറിയാം ഇയാൾ അവിടെ നിന്നാണ് വരണത്. ഞാൻ ചോദിച്ചാൽ എവിടെ നിന്നാണ് വരണത്, നിങ്ങളെന്താ ഞങ്ങളുടെ ഏരിയയിൽ? ഒന്നുമില്ല, നീ ആരോട് പറയരുതിട്ടാ. ഞാൻ പറഞ്ഞു, ഞാനാരോട് പറയാം, ഞാൻ തന്നെ കള്ളവടിക്ക് പോയിട്ടാണ് വരണത്. ഞാൻ നിങ്ങളുടെ ഏരിയയിലായിരുന്നു, നിങ്ങളിപ്പോൾ എൻ്റെ ഏരിയയിൽ.
അവിടെ ആരുത്താടാ അതൊന്നും നിങ്ങളറിയണ്ട പറയും. രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ പറയും ആളാ. അപ്പം ആ ആള് ഇപ്പം ഈ ചേടത്തിക്കൊണ്ട് നല്ല തിളക്കമുള്ള കണ്ണാണ് പറയല്ലേ, കണ്ണ് പറയുമ്പോഴല്ലേ. അപ്പം ഇയാളുടെ പീടിയിൽ പറ്റുപിടി തുടങ്ങി കട ഇങ്ങനെ കൂടി എന്നാലും ഇയാൾ ലിമിറ്റ് ചെയ്തേ കൊടുക്കില്ല, അല്ല വലിയ ഭീകര സംഖ്യ ഒന്നും അയാൾക്ക് കൊടുക്കാനുമില്ല. അപ്പോൾ ഇയാൾ എങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി, ഞാൻ ഇടയ്ക്ക് അവിടെ വരും, നിങ്ങൾക്ക് ഭക്ഷണത്തിനും ചിലവിനുള്ളതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കയറി കോംപ്ലിമെൻറ്റ്സ് ആക്കി. ഇത് മുതലുണ്ട് കേട്ടോ. ചട്ടയും മുണ്ടൊക്കെ ഇട്ട് ചട്ടയും മുണ്ട് ഒരു മാലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സെക്സി ലുക്കല്ല, പക്ഷെ ഇവരെ കണ്ടത് നല്ലൊരു സെക്സി ലുക്കാണ്. അന്ന് സ്ത്രീകൾ ഒരു പ്രായമുള്ളവരൊന്നും ഷഡിടൂല, പക്ഷെ ഇവരിടും. ചിലപ്പോൾ ഇവരെ മുണ്ട് തെളിഞ്ഞ് കാണും, ബ്രേസിയറും ചട്ടയമ്മേ തെളിഞ്ഞ് കാണും. അപ്പോൾ ഒരു സെക്സ് അപ്പീലാണത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇയാൾ ഇതേപോലെ നിലാവുള്ള രാത്രിയിൽ കേരളത്തിലെ പരിപാടി എടുത്ത് 2-3 മണിക്കൊക്കെ കളി കഴിയും. സാധാരണ അങ്ങനെയാണ്. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 4 മണി കഴിഞ്ഞാൽ പിന്നെ നേരം വെളുത്ത് തുടങ്ങി. അപ്പോൾ പക്ഷികളുടെ ഒച്ചയും അങ്ങനെയൊക്കെ, പിന്നെ വെളുപ്പിന് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇറങ്ങൽ തുടങ്ങും. ഒരു 3 മണിക്ക് തന്നെ കളി ഫിനിഷ് ആക്കലാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇയാളൊരു 3 മണിക്ക് കളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മകള് കണ്ടു. മകള് ചോദിച്ചു, എന്താ അമ്മ ഇത്, ആരാതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാൾ ചാടി മറഞ്ഞാട് പോയി. ഇന്നത്തെ പോലെ വെളിച്ചം എല്ലാ വീടിൻ്റെ സൈഡിലൊന്നും ബൾബ് ലൈറ്റൊന്നുമില്ല, ഒരാളവിടെ നിന്നും പോയിന്നേ അറിയുള്ളൂ. അത് മകള് കണ്ടതിൽ തള്ളക്ക് ഭയങ്കര സങ്കടമായി. തള്ള പറഞ്ഞ് ഞാൻ മരിക്കാൻ പോവുകയാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ എന്ത് ഭ്രാന്താണ് ഈ പറയണത്, ഇതൊക്കെ എല്ലാവരും ചെയ്യണതൊക്കെ തന്നെ. നിങ്ങൾ ഇത്ര നാൾ കഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ നോക്കിയില്ല, ഉള്ള വീടൊക്കെ വിറ്റ് കടവും വീട്ടിൽ നിങ്ങളൊരു മനസ്സിന് സുഖം അനുഭവിക്കണം ഇപ്പോഴല്ലേ. ഞാൻ ആരോടും പറയില്ല, വരുന്ന ആൾ നല്ല ആളാണെങ്കിൽ ആൾ വന്നോട്ടെ, ഒരു ജീവി അറിയില്ല ഇതൊക്കെ ഉള്ള. പക്ഷെ അന്ന് ഇതേപോലെ ആരും വളഞ്ഞ് കൂടി പിടിക്കലും സദാചാര പോലീസൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ രാത്രി കള്ളപിടിക്ക് പോകുന്നവർ വെച്ച് പോകുന്നതല്ലാണ്ട്. എന്നാലും ഒറ്റയും തെറ്റൊക്കെ ഉണ്ട് ചില സ്ഥലത്തൊക്കെ. ചില സ്ഥലത്ത് ആളെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂല പേടിച്ചിട്ട്. എന്നെയൊക്കെ പല സ്ഥലത്തുനിന്ന് പലരും കണ്ടിട്ടുണ്ട്, പക്ഷേ ഭയം വളഞ്ഞ് പിടിച്ച് അവൻ്റെ കഥ കഴിയുമെന്ന് വരാം. അപ്പം കണ്ണാട് നടക്കും. അപ്പോൾ ഈ ചേടത്തി ഇതൊരു ഇഷ്യൂ ആയി മാറിയിട്ടില്ല, ഇത് അനുസൂതം തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നോടൊരു ദിവസം കുറച്ച് പണം ആവശ്യപ്പെട്ട് വരും. എന്തൊരു കുറി എന്തോ ഇതറിയാ കിട്ടാണ്ട്, അപ്പം തരാൻ പറയും. വലിയ സംഖ്യ ഒന്നുമല്ല, ഞാൻ കൊടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ ഇവരെ നോക്കലൊക്കെ. അപ്പോൾ എനിക്ക് ഞാൻ സത്യം പറയാം ചട്ടയും കൊണ്ടിട്ട് പണിയെടുത്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു ത്രില്ലും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരിങ്ങനെ നോക്കി വർത്താനൊക്കെ പറയുമ്പോൾ ഇവരുടെ നെഞ്ഞത്തോട്ടൊക്കെ നോക്കുമ്പോൾ എന്താ നീ ഇങ്ങനെ നോക്കണേ, ഇപ്പം തന്നെ തിന്നു കളയെന്നൊക്കെ തോന്നല്ല. ഞാൻ പറഞ്ഞ് തിന്നാൻ പറ്റിയ മുതലുണ്ടല്ലോ, എന്താണ് ഇത്ര ലുക്ക് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ, എന്തൊരു ഭംഗിയാണ്, ഒരു പച്ച കരിമ്പ് പോലെ. സത്യം പറയാൻ എനിക്ക് തിന്നാൻ ഇഷ്ടമാണ് നിങ്ങളെ പറയും. വീട് ചോദിക്കണേ നീ ആരോടെ പറയുക വെച്ച് ഇല്ലാറ്. എന്നാൽ രാത്രി കാണാറ് എപ്പോഴേച്ച് ടൈം ഫിക്സ് ചെയ്ത്. അന്ന് പിടിയക്കാരനോട് ഒഴിവ് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ധൈര്യത്തിന് ഇവരെ പെർമിഷൻ ഇല്ലാണ്ട് ചെല്ലാൻ പറ്റില്ല. അങ്ങനെ ഞാനവിടെ കയറി കൂടി. പിന്നെ എന്നെ കൊണ്ട് കളിപ്പിക്കൽ തുടങ്ങി. അപ്പോഴാണ് പറഞ്ഞത്, മക്കളറിയില്ലേ ചോദിച്ചപ്പോഴാണ് അവർ ഈ സംഭവം എന്നോട് പറഞ്ഞത്. ഇങ്ങനെ ആൾ വരലുണ്ടായിരുന്നു, ഞാൻ കടം കയറിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അയാളിങ്ങനെ ഒരു ഒത്തുതീർപ്പ് പറഞ്ഞപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് കഴിയണ കുറേ ആയില്ലടാ. അപ്പോൾ അങ്ങനെ ഒരു അഡിഷനിൽ പോയിരുന്നു. മോള് പിടിച്ചതല്ല, എന്നിട്ട് അവൾ എനിക്ക് ധൈര്യം തന്നേക്കാം. ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള സംഗതി തന്നെയാണ്. അമ്മ എന്ത് ചെയ്താലും ഞാനാരോടും പറയൂല. ഞാൻ കണ്ടെന്ത് കരുതി വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് അവളെന്നെ ആശ്വസിപ്പിച്ച് നല്ല ബെസ്റ്റ് മോള് പറഞ്ഞു.
അപ്പം പിന്നെ എന്നെ കണ്ടാലും പ്രശ്നമില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട്. ഇപ്പം അവർ അവിടെ നിന്നും വിറ്റുപോയി. എനിക്ക് ചെക്കൻ വലുതായി, ചെക്കൻ പണിക്ക് പോയാലൊക്കെ തുടങ്ങി. അതുവരെയൊക്കെ എനിക്ക് അവരെ പറ്റി അറിയും. ഇപ്പം അറിയില്ല. അത് പിന്നെ വിറ്റ് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി. അങ്ങനെ പോകുമ്പോൾ എന്താണ് കുറേ അധികം സ്ഥലം മേടിക്കാം. പിന്നെ ഞങ്ങളുടെ അവിടെ മേടിക്കുമ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടായുള്ളൂ. പിന്നെ സ്ഥലത്തിനൊക്കെ പെട്ടെന്ന് വില കുതിച്ച് കയറൽ തുടങ്ങി ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് വിറ്റതാവും. നോ കോണ്ടാക്റ്റ്. അങ്ങനെയൊക്കെ തന്നെ അമ്മയും മക്കളും ഒക്കെ ജീവിക്കണത്. നമസ്കാരം.